ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇപ്പം സിഫ്നാന്റെ വ്ളോഗ് വരുന്നവർക്ക് അറിയാക്കാരം ഏതാ ഫസ്റ്റ് വരുന്ന അറിയില്ല. ചിലപ്പോൾ അത് വരും, ചിലപ്പോൾ ഇതാക്കാരം. അപ്പം നമ്മളൊരു റീലും കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞ് ഇപ്പോൾ വരികയാണ്. ഓളും ഉണ്ടായിന്. അപ്പം ഇപ്പോൾ പെരിയേക്ക് വന്നിക്കണം. ഉപ്പാൻ്റെ മുറി എന്തെന്ന് തുന്നയിച്ചാൻ്റെ ദിവസമാണ്. അപ്പം ഞാൻ അതിന് പോകണം. അപ്പം ഇന്ന് പോയിട്ട് കൈയൊക്കെ തട്ടി ചോര വന്നീനിന്ന് പറഞ്ഞു. ഞാൻ അപ്പം കയറി കേട്ടോ, സാധനം കാര്യമൊക്കെ വെച്ചിക്കണം. എന്താണ് എങ്ങനെ എന്നിട്ട് ഇപ്പോൾ പോകണമെന്ന് പറഞ്ഞാണ് ബാത്റൂമിന്നേ ഇങ്ങോട്ട് വരികേനി. എന്താ മൈലാഞ്ചി എടുക്കണ്? എന്തിനോ വേണം അതില് കച്ച തട്ടി ഏതായാലും കുഴപ്പമൊന്നുമില്ല. എവിടെ ഓൾമെന്റ് വെച്ചല്ലേ? ഇതാണ് ഇപ്പാന്റെ സ്റ്റിച്ച് ഇട്ടോ. ഇതൊന്ന് വെട്ടാൻ പോവാണ്. അത് വെട്ടാനായിക്കണോ? കണ്ടിട്ട് ആവാത്ത മാതിരില്ലേ? ഇത് മറ്റേ എല്ല് ഡോക്ടർ തുന്നിയോണ്ടാണ് കേട്ടോ ഇങ്ങനെ. എല്ല് ഡോക്ടർ മറ്റേ ഡോക്ടർമാരാണെങ്കിൽ നെറ്റിമത്തെ അങ്ങനെ നമുക്കറിയില്ല. പക്ഷെ ഇത് ശരിക്കും നമുക്ക് അറിയും കേട്ടോ. എത്ര തുന്നാളിഞ്ഞപ്പോ കൊണ്ടുപോവാണ്. തൊലിയല്ല, അതങ്ങനെ ചീർത്തതാണ് ആ തുന്നുമ്പേ. ഇതാണ് പാട് നെറ്റിമ ഇതാക്കണേ. അപ്പൊ വീണില്ലേ? അപ്പൊ നമ്മളിഞ്ഞ എപ്പഴമ്മ പോണേ? എത്ര ടൈം? 4:30. നമ്മളിഞ്ഞ വണ്ടിയും കാര്യൊക്കെ ഒന്ന് വിളിച്ചാണ്ട്. എങ്ങനെയാ അത് അപ്പ വീണത്? അന്ന് എങ്ങനെ വീണേ? അതാ പോണ് വലിക്കടിച്ചു. നാട്ടിലും കാര്യമൊക്കെ കഴിഞ്ഞ് വണ്ടിക്ക് ഓട്ടോറിക്ഷ വിളിച്ചിരുന്നുണ്ട്. അപ്പോഴാണ് താത്ത ഉണ്ടെന്ന് പറഞ്ഞത്, സിഫ്ന ഉണ്ടെന്ന് പറഞ്ഞത്. കാരണം നമുക്ക് നാളെ സ്കാനിങ് ഉണ്ട്. അപ്പൊ നാളെ അളിയാക്കാക്ക് പണിയുണ്ട്. അപ്പൊ അളിയാക്കാക്ക് പണി ഇല്ലോണ്ട് നാളെ പോക്കടക്കൂല. അപ്പൊ ഇന്നേറ്റ് വരുമെന്ന് ചോദിച്ചിന്. അപ്പൊ അവിടുത്തെ ഡോക്ടർ 4 മണി മുതൽ 7 മണി 8 മണി എത്ര വരെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ നാളെ സ്കാനിങ്ങും ഉണ്ട്, എന്താ പറയാ, സ്കാനിങ്ങും ഉണ്ട്, കാട്ടിലും ഉണ്ട്. അപ്പൊ ഇന്ന് പോയാൽ ഇപ്പനായിട്ട് എന്തായാലും ആശുപത്രിക്ക് ഓളെ ആശുപത്രിക്ക് തന്നെയായിട്ട് അവിടെ പോകണം. അപ്പോൾ സ്കാനിങ് കൊടുക്കുക, കാട്ടും ചെയ്യുക. സ്കാനിങ്ങിൽ എന്താ പറയുക, അതായത് റിസൾട്ടൊക്കെ കിട്ടുമ്പോഴത്തേന് വീഡിയോ കഴിയും കേട്ടോ. അപ്പോൾ സ്കാനിങ്ങിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പ്രസവം നാർത്താക്കേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കണം. വെജ് ക്ഷീണവും കാര്യം കഴിക്കണം. അപ്പോൾ ഞാൻ ഓളപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരത്തലോ കാര്യമൊന്നുമില്ല. അന്ന് ഓൾ ഇങ്ങോട്ട് വന്നാൽ തന്നെ കുറച്ച് വീഡിയോ കാര്യമൊക്കെ എടുത്തു വെച്ചു, റീലും കാര്യമൊക്കെ എടുത്തു വെച്ചു. കാരണം നമുക്ക് അതിൻ്റെ അവസ്ഥ അറിയണോണ്ട് ഇനി ഓൾക്ക് റെസ്റ്റ് വേണം. അപ്പം ഇന്ന് വീഡിയോ എടുക്കാൻ പോയത് തന്നെ ഓളപ്പം എന്നെ നേരെ അപ്പുറത്ത്. കാരണം ഇനി ഓളെ വണ്ടി കൊണ്ടിറക്കലും കാര്യമൊക്കെ ഇടങ്ങേറാണ്. കാരണം കുട്ടി താഴത്തേക്ക് എത്താൻ ടൈമായി നമ്മൾ പ്രസവിച്ചുകൊണ്ട് നമുക്ക് അതറിയും. അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ സ്കാനിങ്ങിൽ എന്താ പറയുക ഏതാണെന്ന് അറിയില്ല. സ്കാനിങ് ഇപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നാളെ 6 മണിക്ക് പോയിട്ട് 6:30 മുതൽ 6 മണി മുതൽ 8:00 വരെയാണ് ഒരു സ്കാനിങ് സെൻറ്റർ ഉള്ളത്. പിന്നെ വേറെതാണ് ഇറങ്ങാൻ്റെ വേക്കിൽ ഡോട്ടർ സ്കാൻ ഏതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയാണ് ഇനി പോണത്. അവിടെ പോയി സ്കാനിങ് എടുത്തിട്ട് ഇവിടെ പല സ്റ്റിച്ചും വെട്ടണം. അപ്പുറത്തന്നെ നേരെ കേട്ടോ, അപ്പുറമാണ് ഇരിക്കാണ്ട് വലിയ കുഴപ്പമില്ല. സ്കാനിങ്ങിന് അപ്പുറത്തേക്ക് പോയാൽ മതി. അപ്പം ഇനി വണ്ടി വിളിച്ചിരുന്നു, വണ്ടി എടുത്തിട്ട് വേണം ഓളിടത്തേക്ക് പോകാൻ. അപ്പം ഏതായാലും ഇനി വണ്ടി ആട്ടെ, നമുക്ക് കാത്തിക്കാം. അവിടെ ഒരുക്കി വെച്ചിങ്ങനെ ആ മുറിൻ്റെ ഓൾമെൻ്റ് തേച്ചുകൊണ്ട് കഴിഞ്ഞാൽ അപ്പം മുറി അയച്ചിട്ടേന്. ഇപ്പം കെട്ടും കാര്യമൊക്കെ കെട്ടിക്കണം. കാരണം വണ്ടിയിൽ നിന്ന് തട്ടി കഴിഞ്ഞാൽ ഇതുണ്ട്. ഇനി വണ്ടി വരാൻ നേരത്തെ ഉപ്പാനെ നീക്കിച്ചാന്ന് വിചാരിച്ചിട്ട് ഇവിടെ പുറത്തിരുത്തിയതാട്ടോ. ഇതിനെന്താട്ടിക്കണേ, ഞങ്ങൾ വാതിൽ കുറ്റിട്ടപ്പോൾ അതൂന് അതിൻ്റെ ഉള്ളിലുണ്ടായിനി. ഓനെ മറന്നുപോയി. എന്താ ആളെ പുറത്തിട്ടിയോ? ഉള്ളിൽ ഒളിച്ചേനി ആണോ? ജങ്ങടെ പോണ് ഇതാരാ പുതിയ കുപ്പായി കൊണ്ടുവന്ന ആരാ? ഇപ്പച്ചി എവിടുന്ന കൊണ്ടുവന്നേ? ഏത് കടീന്ന്? കുപ്പായ കടീന്ന്. അപ്പൊ ഞങ്ങൾ ഇനി പോട്ടെ. വണ്ടി വന്നു. നമ്മള് സിഫ്നാനെ കൊണ്ടുവന്നു. കഞ്ചാവ് കേസിൽ സിഫ്ന എന്ന 29 പിടി. എന്താണ് കച്ചില്? ഞാൻ തിന്നപ്പോ എനിക്ക് തന്നെ ഫിദാനുണ്ട് വാങ്ങിക്കണം 10 റുപ്യക്ക്. ഓ അതാണെങ്കിൽ ഞാൻ വാങ്ങൂട്ടോ. പുൽപ്പൊടിയാണ്. അപ്പൊ ഞാൻ അവിടെ ഇത് നിന്നപ്പോഴാണ് ഇതിന് വന്നത്. പുൽപ്പൊടി തിന്നു ചെറിയിലാകക്കാരം. നമ്മള് പണ്ട് കാറുണ്ട് കറുപ്പ് പോവും. എന്താ എന്നിട്ട് സ്കാനിങ് ആണ്. ഇന്നിപ്പോ തീറ്റയൊക്കെ ഇറങ്ങും. ഡേറ്റ് അറിയില്ലേ? അതെ, ഞാൻ അവിടുന്ന് ഇൻട്രോ ഒക്കെ ഇന്ത്യയിലെടുത്ത് പോന്നിക്കണം. അപ്പൊ ഇവിടെ തുടങ്ങിക്കണല്ലേ?
അപ്പൊ ഞങ്ങള് നാളെ വരാന്ന് വിചാരിച്ചിരിക്കേ, ഞാനും കുടുംബാണ് നാളെ വരാന്ന് വിചാരിച്ചിരിക്കേനി. ആ കൊറേ കമന്റ് ഉണ്ട് എന്റെ അമ്മായിമ്മ എന്റെ മാപ്പന്റെ പെരക്കാരും എന്തെങ്കിലും ഇടപെടാത്തത്. എന്താ വെച്ചാൽ ഓളെ അമ്മായിമാന്റെ കാല് കണ്ടാണ്ടല്ലോ വെരിക്കോസിന്റെ അവിടെ വെരിക്കോസിന് പൈസ ഒരു മുറിയായിട്ട് ഒരു എന്താ പറയാ ഒരു മരം കൊത്തി കുത്തിയാതിരി ഉള്ള അങ്ങനെ ഒരുമാതിരി അപ്പുറം ഇപ്പുറം വന്നിട്ട് അതിന്റെ കാലായിട്ട് വെച്ച. അപ്പൊ അതാണ് ഉമ്മാനെ വിളിച്ചു പോകും. പിന്നെ കുന്മ ഉണ്ടാവും, നാളെ കുന്മ ഉണ്ടായിനി. ലീവും കാര്യൊക്കെ ചോദിച്ചു കൊടുത്തുകണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് പ്രസവമായതുകൊണ്ട് പണി ലീവാക്കാതെ ചത്തട്ടി പോവുകയാണ്. നല്ല ഒന്നല്ല കേട്ടോ. ഓളെ പെരീന്നാണ് ഇപ്പൊ എടുത്തു കൊണ്ടുവന്നേ. അങ്ങനെ നമ്മളിനിയിപ്പോ സ്കാനിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞ എന്താ പറയാന്നറിയില്ല. അല്ലേ സ്കാനിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞ എന്താ പറയാന്നറിയില്ല. സ്കാനിങ്ങില് കുഴപ്പമൊന്നും ഇല്ലാക്കട്ടെ അല്ലേ. എന്തായാലും സ്കാനിങ് റിപ്പോർട്ട് കിട്ടുമ്പത്തിന് വീഡിയോ ഒക്കെ ഇട്ട് കയ്യിലൊക്കെ കഴിയും. അപ്പൊ ഇനി കുട്ടിക്ക് ഒരു കുഴപ്പമില്ലാതെ പ്രസവിച്ചു കിട്ടാനില്ലേ. ഉപ്പാന്റെ തുന്നും കാര്യം പെട്ടുമ്പോഴത്തിന് നമുക്ക് അങ്ങോട്ട് പോവാം സ്കാനിങ്ങിന്. പോകാം. ടോക്കണൊക്കെ എടുത്തു കൊടുത്ത അവിടെ നിലമ്പൂര് വിളിച്ചെങ്ങനെ ഞാൻ വരൂലല്ലോ. നിങ്ങള് പോവാണ് അവിടെ ഇറങ്ങാറാണ്. രാവിലെ അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലായാലും പുറത്തേന് കാട്ടിയത്. അപ്പൊ അതിന്റെ സ്കാനിങ് ജോഷി സ്കാനിങ്ങിൽ പേരിലും തിരക്ക. രാവിലെ പോയി വൈകുന്നേരം വരും. നേരെ മറിച്ച് ഇവിടെ ഇടയ്ക്കൽ സ്കാനിങ് എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ എളുപ്പെടുത്തു അവിടെ ഇല്ലോൽക്കൊന്നും ഐഡിയ കത്തുന്നില്ലല്ലോ. എന്താ എല്ലാരും അവിടെ വന്ന് മതി. അതിനുള്ള ഡിസ്കൗണ്ട് ഉണ്ടോ? ഇല്ല. ആ പൈസ 2000 അല്ലേ. ഇമ്മ പറയുമ്പോ ഉള്ളി പുറത്ത്. കാരണം ഒരു വട്ടം അമ്മ പോയിക്കണേ. വന്നിട്ടുള്ളൂ. അലയാക്കിയാണ് ബാക്കിയൊക്കെ പോയിക്കണ്. ഓല് രാവിലെ 9 മണി 9:30 പോയാല് മയില് പിശാവ് ആ ടൈമില് ഓല ഞാൻ എന്റെ ഒപ്പം കൊറേ വട്ടങ്ങൾ വന്നിക്കണ്. അപ്പൊ നമ്മള് ഏതായാലും പോട്ടെ. പാനെ ഇവിടെ വീൽ ചെയറിൽ എത്തിയേക്കണ കൊണ്ടുപോവാ ഇടങ്ങാറക്കാരട്ടെ. അപ്പൊ വീൽ ചെയറിൽ എത്തിയ പരിപാടി സുഖക്കാരം. അപ്പൊ ഡോക്ടർ ഇപ്പൊ ഇല്ല തോന്നുന്നുണ്ടോ കേസിനുള്ളിൽ പോയിട്ടുണ്ട്. അപ്പൊ അല്ലെങ്കിൽ സിഫ്നാനെ കൊണ്ടുപോയി കാണിട്ടെ. പാന അവിടെ ഇരുത്തിയേക്കണം കേട്ടോ. ഇനി ഓളെ കൊണ്ടുപോയി സ്കാൻ ചെയ്യണോ. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട് ഒരു വൈലറ്റ് കുപ്പായ അടി കാണാല്ലേ നമ്മളെ അവിടെ അല്ലേ. ഞങ്ങള് പോയേക്കട്ടെ കേട്ടോ. അവിടെ സ്കാനിങ് ഉണ്ട് പറഞ്ഞു. നമ്മളിപ്പോ സ്കാനിങ് സെന്റർക്കല്ലേ നമ്മൾ അവിടെയാണ് കാട്ടുന്നത്. പോയോക്കട്ടെ. 7 മണി വരെ ഇനി പോസ്റ്റിംഗ് ആണ്. സ്കാനിങ് ഇനി എടുത്ത് കഴിയുമ്പോഴത്തേന് ടൈം ആവും. ഇണ്ടിട്ടേ സ്കാനിങ് റിപ്പോർട്ടിന് ആളിരിക്കണ്ടല്ലോ. നമുക്ക് പോയോക്കാം. നമ്മള് വന്നപ്പോ 7 മണിക്ക് ഡോക്ടർ വരുള്ളൂ. അപ്പൊ ഞങ്ങള് ഓളെ സ്കാനിങ്ങിന് പോയി. സ്കാനിങ്ങിന് പോയപ്പോ അവിടെ 5:30 6 മണി വരെ ഉണ്ട്. പക്ഷെ 6 മണിക്ക് കറക്റ്റ് ഡോക്ടർ പോകും. അപ്പം റിസൾട്ട് കിട്ടുമ്പോഴത്തേന് 6:30 ആവും. അപ്പൊ തന്നെ നിൽക്കൂല, ഡോക്ടർ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അത് പോയിട്ട് നാളെ ഒക്കെ ഏതായാലും നമ്മളിങ്ങനെ ഇങ്ങോട്ട് വരുന്നോണ്ട് തന്നെ കഴിച്ച വിചാരിച്ചു കൊണ്ടുവന്നു. പക്ഷെ നടന്നില്ല, കാട്ടാൻ പറ്റിയില്ല. ഓരൊക്കെ അവിടെ കുത്തിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളെന്താ പറഞ്ഞേ? ഓളില്ലാതെ മുന്നേ കാര്യം അതാണ് വിറ്റ്. ഞാൻ പോകുമ്പോഴും ഉമ്മ കാര്യമാണ്. നമ്മക്ക് പലതും പറഞ്ഞു തരികയാണ്. മല കുട്ടി കരയരുത് കേട്ടോ. ഞോക്ക് നാളെ വരണം അല്ലേ. നാളെ വരുന്നതാണ്. അതാണ് ചെലപ്പോ ഞാനും കുടുംബാണ്, അല്ലെങ്കിൽ നാളെ ഞാനും ആരേലൊക്കെ ഫ്രെയിമൊക്കെ കാണാം. ഇനി ഞങ്ങൾ ഉപ്പാനെ കാട്ടാൻ പോട്ടോ. ഡോക്ടർ ആയിപ്പോയി. അങ്ങനെ നമ്മള് പരിപാടിയും കാര്യമൊക്കെ കഴിഞ്ഞപ്പോ ഏകദേശം 8 മണി ആയിട്ടോ. ഡോക്ടർ 7:30 വന്നു. ഉപ്പാനെ ഇപ്പൊ നോക്കി കഴിയുന്നുള്ളൂ. ഭയങ്കര തിരക്ക് കുഴങ്ങി വന്ന് നോക്കിയൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചാൻ പോവാണ്. അപ്പൊ ഓളെ ഉപ്പാനെ അവിടെ ഇട്ടേക്കണം. പോയോക്കട്ടെ. അങ്ങനെ നമ്മൾ ആശുപത്രിയിൽ നിന്നൊക്കെ പോയി വന്നപ്പോ നമ്മളെ നായകം കയറിയുന്നുണ്ട്. നമ്മളില്ലാത്തോണ്ട് നല്ല കയറ്റിലാണ് കെട്ടി. അത് എത്ര തിരക്ക് കൊയങ്ങി. ആ കപ്പ ശരിയാക്കി തരൂലേ. കളിക്കണ്ടോ. ചോറുന്നോ? ചായ വാരിന്നോ? എന്താ തിന്നിട്ട്? പിന്നെ ഷംനെ എങ്ങനെന്തോ ഒരു പേരാണ് കടീന്റെ പേര്. പേര് പറഞ്ഞു
പണ്ടത്തെ ലൈനൊക്കെ ഉണ്ട് ആലോചിച്ച് നോക്കിയപ്പോ കിട്ടും. ഞാൻ പറയണോ? അറിയണോ? ഞാൻ പറയും. ഇപ്പൊക്കെ ലൈൻ ഉണ്ടായിനി ലേമ്മ? ഇല്ലേനിപ്പ? ഇപ്പൊ ലവ് ലെറ്റർ എഴുതിയിട്ട് വായിച്ചപ്പോ തെറ്റിപ്പോയി. പെണ്ണ് വായിച്ചപ്പോ പെണ്ണിനെ തിരിഞ്ഞില്ല. ഇപ്പൊ കൂട്ടുകാരൻ എഴുതി കൊടുത്തില്ലേ? ഇപ്പാന്റെ കൂട്ടുകാരനെ ഇപ്പാന്റെ കൂട്ടുകാരൻ പറഞ്ഞേ ചില ലവ് ലെറ്റർ എഴുതി കൊടുത്തു. ഇപ്പൊ എഴുതി കൊടുത്തു. വേറെന്തോ ആയി പോയി. അല്ലാ ഞങ്ങളെ ബെഡ്മൊക്കെ തത്തമ്മ ചിത്രമൊക്കെ വരക്കും. ഇപ്പൊ വരക്കുവോ? ഇനിയിപ്പൊ വരക്കൂല. ഇനി ചിത്രം വരക്കുവോന്ന് ആദ്യം വരച്ചീനി. അതേ പറഞ്ഞേ ആ ഒരു തത്തമ്മ ഉണ്ട്. പരുന്ത് പറഞ്ഞതും ഉണ്ടാവും. ഞാൻ അപ്പനെ കണ്ടിട്ടാണ് ചിത്രം വരെ തുടങ്ങിയത്. ആ തത്തമ്മ നെല്ലുടിച്ചിട്ടുണ്ടോ? എന്താ കാട്ടണ്? വേറെ കൊസാറേന് ചെറിയാപ്പ് വെള്ളം അടച്ചേക്കുക. ചായ കുടിച്ചത് ഇച്ചാതൊന്നും ഇരിച്ച് ചോറ് ഞാൻ പൈസ അതിന് ചെറിയപ്പോ ഞാൻ അവിടെ പായംപോരിയോ കറലായിട്ട് ഒന്നുമില്ല. മധുര കേക്കാ കൊയങ്ങിയിട്ട് നടക്കാന്ന് വെച്ചാ അത് ഇറങ്ങിയിട്ട് ഇങ്ങനെ നമുക്ക് പോണ്ടേ? ആരാ അങ്ങനെ ആട്ടിക്കണ്? ആ കുട്ടിയെ കൂടി കൊടുക്കാതെ കൊണ്ടുവെക്ക. സിഫ്നാനി കൊണ്ടുപോയി ഞങ്ങളെ. സിഫ്നാനെ സ്കാനിങ് എടുക്കാലോ വിചാരിച്ചിട്ട് സ്കാനിങ് അടച്ചു. ഇനി നാളെ ഒരു പോണം. ഞാൻ അമ്മാന്റെ മടിയിലിരുന്ന് ഉപ്പാനി അത് നിന്ന് കൊയങ്ങിന്ന്. അപ്പൊ സിഫ്നാനെ കൊണ്ടുപോകണ അറിയില്ല. പോയാലോ? 9:30 ആയി. 9:30 ഞങ്ങള് പോയി. കേസ് ഉണ്ടായിനി ഒക്കെ ഇല്ല. അതിനെ എല്ലാം കൊണ്ടുവന്നിട്ട് ചാർജർ കേസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അവിടെ വൈകുന്നേരപ്പാക്കാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയില് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞാടി. എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയും. പോയിട്ടോ? പോയി